ഇന്നത്തെ നമ്മുടെ വീഡിയോ കാട്ടാമലയിലോട്ട് കേട്ടോ. അപ്പോൾ 12 മുറി ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് കയറി പോകണം. ഇതാണ് അമ്പലംപാറ അമ്പലം. നടന്നു വന്ന വഴിയൊക്കെ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തേക്കുക. ഒരു പാറയുടെ മുകളിലൊരു ആൽത്തറ പോലെ ഒരു ദേവസങ്കല്പമുണ്ട് ഇവിടെ. നല്ലൊരു അടിപൊളി ഏരിയ കേട്ടോ. രാവിലെ നേരെ ചക്കയൊക്കെ അയച്ചു കിടക്കുന്നുണ്ടോ? ചിരിക്കരുത് എൻ്റെ വ്ളോഗ് കണ്ടിട്ട്. അവിടെ ശിവനും പാർവതിയും ആണ് ഇവിടുത്തെ വിഗ്രഹമായിട്ടിരിക്കുന്നത്. നമ്മളൊരു ചെറിയ സ്റ്റെപ്പ് പോലെ കയറി ചെന്ന് അതിൻ്റെ ഇവിടെയാണ്. ഇതാണ് സ്ഥലം. കറക്റ്റ് ഞാൻ ഫ്രണ്ടിലോട്ട് പോയി ക്ലോസായിട്ട് എടുക്കുന്നില്ല. ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ഒരു അമ്പലം വരുന്നത്. ഇതിൻ്റെ ദൂരെ കണ്ട ഒരു കൈതത്തോട്ടം കണ്ട, മൊത്തം ഒരു കൈതത്തോട്ടമാണ്. നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം കാണാനൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു അത് ലൈറ്റ് ഹൗസ് ഇതാക്കിയേക്കുക. ഫുള്ള് പാറ, അവിടെ പാറയായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുക. കാല് പൊള്ളും കേട്ടോ, ചെരുപ്പിട്ടുകൊണ്ട് ഡമോ നടക്കാൻ പറ്റത്തില്ല. കാല് പൊള്ളുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ തക്കാലം ഇത്രയും വീഡിയോ എടുത്ത് അങ്ങോട്ട് പോവാം. ഈ സ്ഥലത്തിൻ്റെ മനോഹാരിത മാത്രമല്ല, എൻ്റെ ഈ കാണുന്ന ഒരു മരം കണ്ടോ, ഇതിനൊരുപാട് പ്രത്യേകതകളുണ്ട്. എൻ്റെ ഈ നിൽക്കുന്ന ഈ പാലമരം, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദന്തപ്പാല എന്ന് പറയും. ഈ പാല നമ്മുടെ സൊറിയാസ് അങ്ങനെയുള്ള ത്വക്ക് രോഗങ്ങൾക്ക് മെഡിസിനായിട്ട് ഇത് ഉപയോഗിക്കാം. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. താഴെട്ടിറങ്ങിയപ്പോൾ ഇനിയും ഒരുപാട് സംഭവമുണ്ട്. പിന്നെ ഈ ഉച്ചയ്ക്കൊക്കെ വരുമ്പം നോക്കി വേണം വരാനൊക്കെ കൊണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിൽ, ചൂടുമുണ്ട്. പിന്നെ ഈ പാറയിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ കാല് തന്നെയും ചെയ്യാണ്ട് ഇതുപോലുള്ള ചപ്പിനകത്തൊന്നും കയറി ചവിട്ടില്ല. ചവിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇതുണ്ടോ, ഇതൊക്കെ കയറി ചവിട്ടിക്കഴിഞ്ഞാൽ കാല് തന്നും. അപ്പോൾ അതൊക്കെ നോക്കി വേണം വരാനൊക്കെ കൊണ്ട്. തെന്നി കഴിഞ്ഞാൽ അറിയാമല്ലോ, ഉരുണ്ട് പോയി തോണ്ടേ ആ കല്ല് പോയാലും അവിടെ പോയി കിടക്കും. സംഭവം കുത്തനെ കിടക്കുന്ന സ്ഥലം കേട്ടോ. അതുകൊണ്ട് ഈ നിൽക്കുന്ന ഈ മരം കണ്ടോ, വലിയ മരമായിട്ടൊന്നും ഇല്ല, എന്നാലും ഇതാണ് പേരാലെന്ന് പറയും. ക്ഷേത്രത്തിലൊക്കെ പൂജയ്ക്കും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന പേരാല്. പിന്നെ അതിൻ്റെ ബാക്കി യൂസുകളൊക്കെ എന്തോന്ന് അറിയില്ല. അറിയാവുന്നവരൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല കുത്തിന് കിടക്കുന്ന സ്ഥലം കേട്ടോ. അവിടെ കിടന്ന് എഴയുന്നു. ഉണ്ടല്ലേ, ഇതാ ഞാൻ പറഞ്ഞ പേരാല്, നേരത്തെ പറഞ്ഞില്ലേ, അതിൻ്റെ സാധനം. അത് ചിലപ്പോൾ പന്നിയാണെന്നൊക്കെ പറയുന്നു. പന്നിയൊക്കെ ഒന്ന് കുത്താൻ നോക്കിയാൽ മതി. കൊള്ളാം, നല്ല പോയിൻ്റ് കേട്ടോ. കോട് ഏരിയ. അതിനിടയിൽ ഒരു രണ്ട് പാറകൾ കണ്ടോ, ഹൈറ്റിൽ വയ്ക്കുന്നത് കാണാൻ നോക്കുന്നുണ്ടോ? കണ്ടൊരു ഗുഹ പോലെ. അവിടെ വരെ പോയിട്ട് വരേ. ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. വല്ല പന്നിയോ വല്ലതൊക്കെ ഇറങ്ങി വരുമെന്നുള്ളേ. കാട് പോലെ കിടക്കുന്നൊരു ഏരിയ കേട്ടോ. ആണ് ഇങ്ങനെ കാണിക്കാം കേട്ടോ. നല്ല രസമുണ്ട് പക്ഷേ കാണാൻ. കൊള്ളാല്ലേ? ഈ കാടിനകത്ത് പെട്ടെന്ന് ഒരു സൈലൻ്റ് ആയി കേട്ടോ. ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾ, ഒരനക്കവും ഞാൻ കേൾക്കുന്നില്ല. ഈ കാണുന്ന വള്ളി ഉണ്ടോ, പഴയ കാലത്തെ ഊഞ്ഞാല കെട്ടാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഭയങ്കര കട്ടിയുള്ള വള്ളിയത്. ചുണ്ണാമ്പ് വള്ളി എന്നാണ് പേര് കേട്ടോ. കണ്ടോ, ഇരുന്ന് നിന്ന് നിരങ്ങി ഇറങ്ങാനേ പറ്റൂ. പിടിക്കില്ലേ? അയ്യോ, കാണുന്ന പോലല്ല, നല്ല ഇതുണ്ട്, ഹൈറ്റ് ഉണ്ട് കേട്ടോ. എക്ക വെക്കണോ? കൊള്ളാല്ലേ? അതുകൊണ്ട് ഒരു പട്ട കിടപ്പുണ്ട് കേട്ടോ. എന്താണെന്നറിയത്തില്ല.
സൂക്ഷിച്ചിറങ്ങണം. കാട് പോലെ കിടക്കും, പന്നിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇല്ല, പാറ എടുത്തിട്ടാണ് പോകുന്നത്. ഇതിനകത്ത് പന്നിയോ നേരത്തെ ഇതുവഴി അങ്ങോട്ട് തോടങ്ങോട്ട് ഒടിയാന്ന് തോന്നുന്നു കേട്ടോ. പന്നിയെ കാണാൻ പറ്റുവാണെങ്കിൽ ഭാഗ്യമുണ്ടേ കാണാം. അതുകൊണ്ട് ഇതിനകത്ത് ഇടയ്ക്കേണ്ട പട്ട കിടക്കുന്നത് എന്തോന്ന് അറിയത്തില്ല. ആ പാറയുടെ അടുത്തോട്ട് പോകാനാണ് നോക്കുന്നത്. നൈസ് ഏരിയ കേട്ടോ. വലിയ പാറ ഉണ്ടോ, നല്ല ഹൈറ്റിരിക്കുന്നൊരു പാറ. ഇവിടെ ഫുള്ള് പാറയാണ്. പാറ പൊട്ടിച്ച് വിൽക്കാനായിട്ട് വന്നൂടെ. അതിനകത്ത് കയറുന്ന കാര്യം നോക്കട്ടെ. അതുകൊണ്ട് അതിനിടയിൽ കൂടെ കണ്ട ഒരു ഗുഹ പോലെ ഉണ്ടോ, സംഭവം കൊള്ളാതെ. ഇവിടെ വന്നപ്പോൾ എന്തോ ഒരു പ്രത്യേക മണം. എന്നാൽ ഈ പൂത്തിരിക്കുന്നില്ലേ, ഇതിൻ്റെ മണമായിരുന്നത്. ശ്രദ്ധിച്ചോളാം, ഞാൻ ഒരു സൗണ്ട് കേൾപ്പിക്കേ. പാറ ചോട്ടുമ്പോൾ കൊള്ളാല്ലേ. ഓ, ഇത്രയേര് കയറി വരാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഇനിയാണ്ട് അത്രയും കൂടെ കയറാനുണ്ട്. കർത്താവ്, ഇത് ഉദ്ദേശിക്കുന്നതല്ല. വന്ന് കയറിയപ്പോൾ നമ്മൾ സിമ്പിളാണെന്ന് വിചാരിച്ച് സൂക്ഷിച്ച് കയറണം കേട്ടോ. ഇവിടെ കാണാനൊക്കെ ആയാലും പിള്ളേരൊക്കെ വരുവാണെങ്കിൽ നോക്കി കണ്ടു പോകണം. ചതപ്പിനകത്ത് ചവിട്ടല്ലേ, പാറയും താഴെ വീണ് കഴിഞ്ഞാൽ ചവിട്ടില്ല, അതിനകത്ത് പോയി തലയിടിക്കും, കാറ്റ് പോവും. ഒരു തമ്മിയും വേണ്ട കാര്യത്തിൽ നോക്കിയിറക്കണം. അതുപോലെ ഈ കിടക്കുന്ന ചപ്പിനകത്തൊന്നും ഒരു കാരണവശാലും ചവിട്ടില്ല കേട്ടോ. ഇച്ചിരി മുമ്പോട്ട് നാഞ്ഞ് നിന്നിട്ട് നടന്ന് കയറിയാൽ മതി. ആ, കൊള്ളാം. സൂപ്പർ കണ്ട. നമുക്കിവിടെ കണ്ട ഈ സൈഡിൽ കണ്ട പടകമൊക്കെ പൊട്ടിച്ചു തന്നു ഉത്സവത്തിന്. ഇതാണ് ക്ഷേത്രം. അതുകൊണ്ട് ബിൽഡിങ്ങൊക്കെ വേണേൽ കാണാം. ഇതിവിടെ അമ്പലത്തിൻ്റെ സ്റ്റോർ റൂമൊക്കെ കേട്ടോ. ശംഖൊക്കെ ഇരിപ്പുണ്ട്, വിളക്കുകളുണ്ട്, മുത്തക്കൂടകൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നാട്ടുകാർ ഇടിയുള്ളതുകൊണ്ട് ഞാനൊന്നും തുടർന്നില്ല. ഇത് കണ്ടോ, ഇതവരുടെ വിറവരെയും കാര്യങ്ങളൊക്കെ. ഇന്നത്തെ എനിക്കൊന്ന് പന്നിയുണ്ടെന്ന് തോന്നില്ലേ, മാന്തിയൊക്കെ ഇട്ടേക്കുന്നത്. ഇതിനകത്തൊരു ഗുഹ പോലുണ്ട്. അതിനകത്ത് ചെറിയൊരു ഗുഹ പോലുണ്ട്. കാണിച്ചതാവേ. ഓ, ഇതിനകത്ത് ഊട്ടുണ്ടല്ലേ. ഊട്ടുണ്ടത്. അറിയത്തില്ല. അതിനകത്ത് കയറി കിടപ്പുണ്ടെങ്കിൽ ഇവിടെ ലൈനകത്തൊന്ന് അടിച്ച് എന്തോ ഒരു വാഴുതിൽ പോലെ ഉണ്ടല്ലോ, അങ്ങോട്ടൊന്ന് അടിച്ചേ. ഇവിടെ അങ്ങോട്ട് അടിച്ചേ. അത് അതിൽ കുഴപ്പമില്ല. അല്ല, അതിനകത്തൊന്ന് അടിച്ചേ. അതിനകത്ത് ഏതാണ്ട് ഉണ്ട് കേട്ടോ, നടന്നു പോന്നെ എന്തെങ്കിലുമൊക്കെ ഇത് കാണും. ജസ്റ്റ് അവിടെ വരെ ഓ, എന്തോ എന്തൊക്കെയുണ്ട് ഇതിനകത്ത്. ക്ലീനായിട്ട് കിടക്കുന്ന സ്ഥലം കേട്ടോ. എന്തോ കയറി ഇരിക്കുന്നുണ്ടാ ഇത്രയും ക്ലീനായിട്ട് കിടക്കുന്നത്. ഇവിടെ പുലിയൊക്കെ കിടക്കുന്ന സ്ഥലം വരുന്നില്ലേ, പുലിച്ചാണി എന്നാ പറയുന്നത് കേട്ടോ. എന്തോ, ഓ, വനത്തിൻ്റെ ഭാഗമായിരുന്നു. അടുത്തൊരു സ്ഥലം അവിടെ ഒരു ഹോളുണ്ട്. ഇല്ല, കുഴപ്പമില്ല. അങ്ങേ അറ്റത്തി എന്നിട്ട് അതിലേക്ക് കൂടെ അപ്പുറത്തിറങ്ങാം. അവിടെ മുങ്ങ് നോക്കിയ. അപ്പം ഞാൻ ഇവിടെ ബാധിക്കിറങ്ങി തിരിച്ചിങ്ങി വരാം. അറിയുന്നു കേട്ടെ. വള്ളിയൊക്കെ നല്ല ബലമുള്ള വള്ളികളെ. എന്താ പുല്ലാഞ്ഞിയോ? ലൈറ്റ് അങ്ങോട്ട് അടിച്ചു നോക്കാം. അങ്ങോട്ടുണ്ട് അതിലേ കൂടെ താഴെ നല്ല നിരപ്പൊക്കെ, അതിനകത്ത് കയറി സുഖമായിട്ട് ഇരിക്കുക. അവിടെ കുറച്ചൊക്കെ അടിച്ചിട്ട് കയറാം. അരിയും
എന്തെങ്കിലുമല്ലോ ഉണ്ടോയെന്നറിയില്ല. ഞാൻ കുട്ടിയിട്ടാന്ന് വിളിക്കേണ്ടി വരുമെന്നുള്ളൂ. അല്ല ഇവിടെ പറഞ്ഞേ. ഓ ഇതിനകത്തട്ടെ, ഇതിനകത്ത് നല്ല രസമാണ്. നമ്മുടെ മുകളിലോട്ടെല്ലാം പാറയുണ്ട്. ഇത് കണ്ടോ ഇങ്ങോട്ട് കിടക്കുന്നത്. അവിടെ ചൂട് അങ്ങോട്ട് കയറി കാണിക്കാം. ഇനി വേണേൽ അങ്ങോട്ട് കയറാം. കുടുങ്ങിപ്പോയാലത് പേടിച്ചാൽ കയറാത്ത. പിന്നെ അകത്തൂടെ ആണ്ട് അതുവഴി നടന്നിറങ്ങി അപ്പുറ സൈഡിൽ പോണോ? എന്തെങ്കിലുമൊക്കെ അല്ല അവിടെ വരെ ചെന്നപ്പോഴത്തേക്കും പേടിയായി. ഇറങ്ങിട്ട് കേട്ടോ. അപ്പോൾ വല്ലപ്പോഴൊക്കെ വന്ന് കാണണം ഈ സ്ഥലം. അതിനകത്ത് തലയിടിക്കാൻ ഇറങ്ങണം കേട്ടോ. കൊള്ളാം, നല്ല രസമുണ്ട് ഈ സ്ഥലം കാണാൻ. ഇനി ഇതിൻ്റെ അപ്പുറത്തോട്ട് പോകുകയെന്നൊക്കെ വെച്ച് കഴിഞ്ഞാലേ പഴയതൊന്നുമല്ല, പ്രായത്രയല്ലേ. ഹായ്, കൊള്ളാം, പഴയൊരു ഗുഹയ്ക്കകത്തുനിന്നുള്ള. അപ്പം ഇനിയും നമുക്ക് ഇതുപോലെ നല്ല അടിപൊളി രസകരമായ സ്ഥലങ്ങൾ ഇനിയും കാണാം. ഇനിയിപ്പം ഞാൻ കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കണ്ടോ ഒരു വെള്ളത്തിൻ്റെയൊക്കെ സർവീസൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ നേരത്തെ കണ്ട ഗുഹയില്ലേ, അത് കണ്ട ചാടിക്കയറി വരുന്നുണ്ട് ഈ ഭാഗത്ത കണ്ടോ. അതിൻ്റെ ഇപ്പുറത്തെ പോയിന്റിൽ നിന്ന് ഇറങ്ങി ഇതുവഴി മേലോട്ട് ഈ പാറയുടെ മുകളിലോട്ട് കയറി വരുന്നത്. കാട് പിടിച്ചിടക്കുന്നുണ്ടാ കാണാൻ പറ്റാത്തേ കണ്ടോ. ഫുള്ള് മലനിരകളൊക്കെ കണ്ടോ. ഇതിനിടയിൽ കൂടെ കണ്ടോ ഒരു നദി ഒഴുകുന്നുണ്ടോ. ഏത് നദിയാണെന്ന് അറിയത്തില്ല കേട്ടോ. ഓക്കെ, ഈ സ്ഥലം പന്തപ്ലാവ് കാട്ടാമല എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ കാണാനൊക്കെ ഒരുപാടുണ്ട്. തിരിച്ചു വരുന്നവർക്ക് പട്ടാഴി കയറി ഒരു സീനിൽ കയറി ഒരു സാധനമൊക്കെ എടുത്തിട്ട് അതൊക്കെ അടിച്ചിട്ട് സുന്ദരമായിട്ട് പോകാം. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരണം. അതിൻ്റെ കറക്റ്റ് ലൊക്കേഷനൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് എഴുതിയിട്ടേക്കാം. അപ്പോൾ എല്ലാവരും അത് കാണുക. ഓക്കെ, പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.